ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായിട്ട് എത്തിയിട്ടുള്ള ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പുതിയൊരു അപ്ഡേഷൻ വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിൻ്റെ ഇന്നൊരു അപ്ഡേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതെന്താണ് സംഭവം എന്നുള്ളത് നോക്കിയിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടോക്സിക് ബർത്ത്ഡേ പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രൊമോ പരിപാടി പോലത്തെ ഒരു സാധനമാണ്. എന്തായാലും 59 സെക്കൻഡ് ഉണ്ട് പരിപാടി. എന്താണെന്നുള്ളത് നോക്കാം. KVN പ്രൊഡക്ഷൻസ്, പാരഡിസോ, മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്. യാ മാൻ, ഈ ലുക്ക് നേരത്തെ പുറത്തു വിട്ടുണ്ടായിരുന്നു. ഫുള്ളൊരു ക്ലബ്ബ്. ഫുള്ള് പാർട്ടി മൈൻഡ് മൂടാണ്. ദേഷ്യം ഫീല് ഫേസിൽ. സുദേവ്, ബാക്കിലുള്ള സുദേവാണ്. ഇത് 18+ ആവാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ. ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യാഷ്. ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. അതായത് വളർന്നു വരുന്ന കുട്ടികൾക്കുള്ള ഒരു നാടോടി കഥ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, മുത്തശ്ശി കഥ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കഥ, ഒരു ഗ്യാങ്സ്റ്ററുടെ കഥ. സംഭവം സെറ്റപ്പൊക്കെ കണ്ടിട്ട് ഒരു 90s നടക്കുന്ന ഒരു പരിപാടി പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ പടം വന്നതിനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ KGF 2 ശേഷം ഒരു 2 വർഷം കണ്ടായി തോന്നുന്നു അല്ലേ. 2 വർഷത്തിന് ശേഷം യാഷിൻ്റെ ഒരു സിനിമ വരുന്നു. 2025 വരുന്നൊക്കെയാണ് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഏപ്രിലൊക്കെ ആകുമ്പോൾ വരും എന്നുള്ളതാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രോമോ വീഡിയോ കാണുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ക്വാളിറ്റി വൻ സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത എല്ലാ മേഖലകളും നോക്കി കഴിഞ്ഞാലും സെറ്റപ്പാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് എടുത്തു പറയേണ്ടത് ഗീതു മോഹൻദാസിനെ കുറിച്ചാണ്. ഈ ഒരു പേര് കേട്ടപ്പോൾ തന്നെ പലരുടെയും നെറ്റി ചുളിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ അറിയാം, നേരിട്ട് പേഴ്സണലി അറിയാം. അതാണെന്നുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള പരിപാടികളൊക്കെ. പക്ഷെ ഒന്ന് ആലോചിക്കുക, യാഷ് എന്ന് പറയുന്ന സ്റ്റാർ അത്യാവശ്യം സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും കാരണം 19 സിനിമകളെ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിനുള്ളിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് ഹിറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ റീസെൻ്റ്ലി അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സെലക്റ്റീവായിട്ടാണ് ഓരോ സിനിമകളും എടുക്കുന്നത്. ഇതിൻ്റെ ക്രൂവിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർസ് കൈറ അദ്വാനി, ഡാരൽ ഡി സിൽവ, യാഷ്, ഇതൊക്കെ ഇതിൽ നോക്കിയിട്ടുള്ള അറിവേ ഉള്ളൂ. അതായത് ഗൂഗിളിൽ നോക്കിയിട്ടുള്ള അറിവേ ഉള്ളൂ. ഡാരൽ ഡി സിൽവി വില്ലൻ ആവാനാണ് സാധ്യത. നയൻതാര ഉണ്ടെന്ന് കേൾക്കുന്നത്. ഹുമാ ഖുറേഷി, അക്ഷയ് ഒബ്രോയ്, ബെൻഡിക്റ്റ് ഗാരറ്റ്, ഇതൊക്കെ ഇംഗ്ലീഷ് ആൾക്കാരാണ്. കെയിൽ പോൾ. പ്രൊഡക്ഷൻ ടീം KVN പ്രൊഡക്ഷൻസ് ആണ്. ഇവരാണ് നമ്മുടെ വിജയുടെ ലാസ്റ്റ് പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. ഈ യാഷിന്റെ പടമൊക്കെ ആകുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് നോക്കാൻ തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റണ്ട് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സ്റ്റണ്ട് പെർഫോമർ. ഇതിലൊരുപാട് ഡ്യൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ആക്ഷൻ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ള JJ പെറി ആണ്. അതൊക്കെ ആരാന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം കട്ടയ്ക്ക് നിൽക്കുന്ന ആക്ഷൻ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊന്നും വലിയ വിവരമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് ഒരു ഡ്രഗ് ഡീലിങ്ങിനെ കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. അത് നമുക്ക് ഈ ഒരു പ്രോമോ പരിപാടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രോമോ അല്ല, ഒരു പടത്തിലൊരു സീനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഒരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ പരിപാടി. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രഗ് ഡീലേഴ്സ് തമ്മിലുള്ള കുറേ അടിയും പിടിയൊക്കെയാണ് പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ കട്ട ലുക്കാണ് ഇതിൽ യാഷിൻ്റെ. ഇതിനകത്ത് പിന്നെ സുദേവിനെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയ്ക്കകത്ത് യാഷിൻ്റെ ബാക്കിൽ, ഒരു സീനിനകത്ത് യാഷിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് സുദേവാണ്. സുദേവിനെ ഗൂഗിളിൽ നോക്കിയപ്പോഴൊന്നും കാസ്റ്റ് ലിസ്റ്റിൽ കണ്ടില്ല. കാസ്റ്റ് ലിസ്റ്റിൽ ഇനിയും വേറെ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. കിയാറ അദ്വാനിനെ കാണിക്കുന്നുണ്ട്, നയൻതാരേനെ കാണിക്കുന്നുണ്ട്. ഇവരുടെ ഒന്നും ഫേസ് ഈ ഒരു പ്രൊമോയ്ക്കകത്തൊന്നും കണ്ടില്ല. സോ എന്തായാലും ഒരുപാട് അപ്ഡേഷൻസ് ഇതിൽ വരാനുണ്ട്. പിന്നെ അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവം മ്യൂസിക് ഡയറക്ടർ ആരാന്നുള്ളതാണ്. അത് ഞാൻ തപ്പിപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്തായാലും അതൊന്നും നോക്കി നോക്കണം.
കിഡിലൻ സ്കോറായിരുന്നു. ഇതിൻ്റെ ടോക്സിക് എന്നുള്ള അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നപ്പോൾ തന്നെ, അതായത് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നപ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കട്ടയ്ക്ക് പിടിച്ചതായിരുന്നു തലയ്ക്ക്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിനകത്തും ചെയ്തിട്ടുണ്ട്. ഒരു റെട്രോ പരിപാടി കിട്ടാൻ നല്ലൊരു പണി തന്നെ ഈ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂസിക് ടീം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങേയറ്റം കാണിക്കുന്നുണ്ട്. ഈ ഒരു മിനിറ്റിൻ്റെ വീഡിയോ വരെ അങ്ങേയറ്റം ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. എന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തായാലും അടിപൊളിയാക്കാൻ വേണ്ടി യാഷിൻ്റെ വക ഒരു 1.5 ട്രീറ്റ് തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു അപ്ഡേഷൻ തന്നിട്ടുണ്ട്. ഏപ്രിൽ 10 റിലീസ് ആവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ അവരുടെ അപ്ഡേഷൻ പ്രകാരം. ഇനിയിപ്പോൾ എപ്പോഴൊക്കെയാണ് വരിക എന്നുള്ളത് അറിയില്ല. ഓൾമോസ്റ്റ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രോമോ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ പീക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണെന്നുള്ളതൊക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.